കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഭാര്യാപിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി യാസർ റിമാൻഡിൽ. താമരശ്ശേരി കോടതിയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. പോലീസ് വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, വലിയ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു നോമ്പുതുറ സമയത്ത് നടന്ന ഇങ്ങനെയൊരു കൊലപാതകവും അക്രമവും ഒക്കെ. ഈ ലഹരി തന്നെയാണ് ഇങ്ങനെയൊരു അക്രമത്തിലേക്ക് ഇയാളെ എത്തിച്ചത്. അതാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളൊരു നിഗമനം അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആഷിഖും യാസറും ഒക്കെ ഒരേ സുഹൃത്തുക്കളാണ്. ഇവർ ഒരേപോലെ ലഹരി ഉപയോഗിച്ചവരും ലഹരിയുടെ ഇടപാടുകാരുമായിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഈ ആഷിഖുമായുള്ള ബന്ധത്തെ ചൊല്ലിപ്പോലും വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അയൽവാസികൾ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ താമരശ്ശേരി മേഖലയിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ യാസറും ആഷിഖുമൊക്കെ ഇത്തരത്തിൽ ലഹരി മറ്റ് ആളുകൾക്ക് കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പലയിടങ്ങളിലും രാത്രി വൈകിയാൽ പുറത്തേക്ക് ഇറങ്ങി പോലും നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പലയിടത്തും ഈ ആഷിഖിൻ്റെ ഈ കേസിന് ശേഷമൊക്കെ ഈ ലഹരിക്കെതിരായ ജനകീയ സമിതികൾ രൂപവൽക്കരിച്ചെങ്കിൽ പോലും അവർക്കെതിരെ പോലും പ്രവർത്തനങ്ങളുമായി ലഹരി മാഫിയ മുന്നോട്ട് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളായിരിക്കുന്നു. എന്തായാലും ഈ കൃത്യം നടക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പ്രാഥമികമായ തെളിവുകളിൽ നിന്നും വ്യക്തമാവുന്നത്. പക്ഷേ ലഹരി ഉപയോഗത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് ഈ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി തന്നെ പോലീസ് പറയുന്നു. ഇതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അസറിനെതിരെ ഷിബില പരാതി നൽകിയപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. വലിയ തോതിൽ പണം ദൂർത്തടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ യാസറിൻ്റെ മാറിയിരുന്നു. പ്രത്യേകിച്ചും സ്വർണം പണയം വെക്കുക, മറ്റുള്ള ആളുകളിൽ നിന്നും കടം വാങ്ങുക എന്നിങ്ങനെയുള്ള പല മാർഗത്തിൽ കൂടിയാണ് പണം ഉപയോഗിച്ചത്. ഈ പണം മുഴുവൻ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇന്നലെ ആണ് രാത്രിയോടുകൂടി താമരശ്ശേരി കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയിരുന്നു. ഇതിനുശേഷം 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പക്ഷേ ഇന്നോ നാളെയോ പോലീസ് പ്രതിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. പിന്നീട് കൃത്യം നടന്ന ഈങ്ങാപ്പുഴയിലെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയുടെ വാഹനം പരിശോധിച്ച് അതിൻ്റെ ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിരുന്നു. പിന്നീട് പ്രതിയെയും മോർച്ചറി ഭാഗത്ത് എത്തിച്ച് ഫോറൻസിക് തെളിവ് ശേഖരണം പോലീസ് നടത്തിയിരുന്നു. ഇനി അനന്തര നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ലഹരി സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളുമായി കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പരിശോധനയൊക്കെ നടത്തും. സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ്, ഏതാണ്ട് 5 കൊല്ലത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് ഇരുവരും. കുടുംബം ആദ്യം ഈ യുവതിയുടെ കുടുംബം സമ്മതിച്ചില്ലെങ്കിൽ പോലും രജിസ്റ്റർ വിവാഹം കഴിക്കുകയും ഇയാളോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്താണ്. അത്രയധികം സ്നേഹത്തോടെ കഴിഞ്ഞ 2 ആളുകളാണ്. പക്ഷേ ലഹരി ആണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്തിയതോടെ അല്ലെങ്കിൽ യാസർ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതോടെയാണ് ഈ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ രേഖപ്പെടുത്തുകയും പിന്നീട് ഇത്തരം ദാരുണമായ ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്നതിനുള്ള ശക്തമായ നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകും എന്നാണ് റൂറൽ പോലീസ് അറിയിക്കുന്നത്. മറുവശത്ത് ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ നീക്കങ്ങൾ പോലും അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചെറിയ ചലനങ്ങൾ പോലും പോലീസിൻ്റെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൊരു നീക്കവുമായാണ് നാട്ടുകാർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ വയനാട് ചുരത്തിനും അല്ലെങ്കിൽ വയനാട്ടിൻ്റെ ഒരു പ്രവേശന കവാടമായി നിലനിൽക്കുന്ന സ്ഥലമാണ് താമരശ്ശേരി. കോഴിക്കോട് നഗരത്തിൻ്റെ നിന്നും കുറച്ച് മാറിയാണ്. പക്ഷേ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ഈ വിനോദസഞ്ചാരികളൊക്കെ അടക്കം ഒരുപാട് പേർ രാത്രിയും ആ സമയങ്ങളിലുമൊക്കെ അവിടെ എത്തുകയും ഈ ചുരത്തിൻ്റെ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നേരത്തെ മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരം പ്രവണതകളെ കൂടി നിരുത്സാഹപ്പെടുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് താമരശ്ശേരിയിലെ ഷിബിലയുടെ കൊലപാതക കേസിൽ ലഹരിയായിരുന്നു പ്രധാനപ്പെട്ട വില്ലൻ എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തുന്ന നിഗമനം.